പരിപൂർണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഫായിസീങ്ങളിൽ മുത്തക്കികളിൽ നമ്മയും നമ്മുടെ ഭാര്യ മക്കളെയും കുടുംബക്കാരെയും ഉസ്താദുമാരെയൊക്കെ റബ്ബ് തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വലിയ ഭാഗ്യം കിട്ടിയവരാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. നമ്മളെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങളാണ് പടച്ച തമ്പുരാൻ നമുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളെത്ര ആലോചിച്ചാലും പഠിച്ചാലും തീരാത്ത അനുഗ്രഹങ്ങളാണ് റബ്ബ് തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ വല്ലാഹു ഖലഖക്കും മിൻ തുറാബിൻ, അല്ലാഹു തആല നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചു. ആ മണ്ണിൽ നിന്ന് പടച്ച ആദമിൽ നിന്ന് സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ ശുക്ലത്തിൽ നിന്നും അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചുവെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. ഒറ്റ ബീജകോശത്തിൽ നിന്ന് 2000 കോടി കോശങ്ങളായിട്ടാണ് നമ്മൾ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വന്നത്. പാപ്പാന്റെ ബീജത്തിൽ നിന്നുള്ള ഒരു ബീജകോശവും ഒരു അണ്ടവും തമ്മിൽ, സ്ത്രീയുടെ ഒരു അണ്ടവും തമ്മിൽ യോജിച്ച് ഒരു കുട്ടി പ്രസവിക്കപ്പെടാനാകുമ്പോഴേക്ക് 2000 കോടി കോശങ്ങളുമായിട്ടാണ് ഒരു കുട്ടി ഭൂമി ലോകത്ത് ജനിക്കുന്നത്. ആ നിലയിലുള്ള 260 ഇനം കോശങ്ങൾ, ഒരേ ഐറ്റമല്ല, പലതിനും പല രൂപത്തിലുള്ള കോശങ്ങൾ. അതായത് ഏറ്റവും ചെറിയ കണികയായ ആറ്റം കൊണ്ടാണ് ഭൂമി പടയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഏത് വസ്തുവായാലും അത് ആറ്റം കൊണ്ടാണ്. പല ആറ്റങ്ങൾ കൂടുമ്പോഴാണ് ഒരു വസ്തു ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്ന ഈ സാധനത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ഇഷ്ടികകൾ കൊണ്ട് ചുമരുണ്ടാക്കപ്പെടുന്നത് പോലെ നമ്മുടെ ശരീരത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ആ കോശങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. 260 ഇനം കോശങ്ങളുണ്ട്. ആ 260 ഇനം കോശങ്ങളിലായിട്ട് ഒരു മനുഷ്യൻ വളർന്നു വലുതാകുമ്പോൾ വലിയൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ അടങ്ങിയിരിക്കുന്നത് കോടാനകോടി കോശങ്ങളാണ്. എണ്ണിയാലൊടുങ്ങാത്ത കോടാനകോടി കോശങ്ങൾ കൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മനുഷ്യനെ പടച്ചിരിക്കുന്നത്. അതിൽ ഒരു കോശത്തിന്റെ ന്യൂക്ലിയസിൽ 23 ജോഡി ക്രോമസോമുകളുണ്ട്. ഇതൊക്കെ തെളിയിക്കപ്പെട്ട ശാസ്ത്രീയമായ യാഥാർത്ഥ്യമാണ്. നമ്മൾ നിഷേധിച്ചിട്ടും വിശ്വസിക്കാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ഒരു കോശം, ആ ഒരു കോശത്തിന് 23 ജോഡി ക്രോമസോമുകളുണ്ട്. ആ 23 ജോഡി ക്രോമസോമുകളിൽ ഒരു പുരുഷൻ അവന്റെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ അവന്റെ ബീജമായിട്ട് ഭാര്യന്റെ ഗർഭാശയത്തിലേക്ക് പോയ ക്രോമസോമിലെ 23ാമത്തെ ക്രോമസോം XY ആണെങ്കിൽ കുട്ടി പെണ്ണായി മാറും. XX ആയാൽ കുട്ടി ആണായി മാറും. ഇതിന് ഉത്തരവാദി ആരാണ്? പെണ്ണിന് യാതൊരു പങ്കുമില്ല. കുട്ടി ആണാകണോ പെണ്ണാകണോ എന്ന് തീരുമാനിക്കുന്നത് പുരുഷന്റെ ബീജമാണ്. ആണിന് ഒരു പങ്കുമില്ല. അതിന് കെട്ടിയോളെ തല്ലിയിട്ടോ ആ കെട്ടിയോളെ ഒഴിവാക്കി വേറെ കെട്ടിയോളെ കെട്ടിയത് കൊണ്ടൊന്നും കുട്ടി ആണാവില്ല. ഈ ക്രോമസോമുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. വളർച്ചയെത്തിയ ഒരു മനുഷ്യ ശരീരത്തിൽ 10 ലക്ഷം കോടി കോശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെപ്പോലെ ഒരാളുടെ ശരീരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം കോടി കോശങ്ങൾ കൊണ്ടാണ് ഈ ശരീരം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 3000 കോടിയിലേറെ ജനിതക കോഡുകൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഈ കോശങ്ങളിൽ നിന്ന് വായിച്ചറിയിക്കപ്പെട്ടിട്ടുണ്ട്. 6000 കോടി ക്രോമസോമുകളിൽ ശാരീരിക, മാനസിക, ബൗദ്ധിക, പാരമ്പര്യ, ജീവിത ജിനോം രഹസ്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അവന്റെ തലവര, അവന്റെ എന്താ പറയുക, തലയിലെഴുത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതൊക്കെ എവിടെയുള്ളത്? തലയിലല്ല. ഓരോ കോശങ്ങളുടെ ക്രോമസോമുകളുടെ ഇടയിൽ ജനിതക ക്രോമസോമുകൾ, ജനിതക കോശങ്ങളുടെ ആ ന്യൂക്ലിയസിൽ എഴുതിയിട്ടുണ്ട്. ഇവൻ ഇത്രാമത്തെ വയസ്സിൽ ഇന്ന രോഗം വരും, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന രോഗം വരുമെന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ട് എനിക്ക്? നമ്മളെ കാതിരിനൊക്കെ വെളുത്ത നിറം വന്നില്ലേ? ആ വെളുത്ത നിറം പിന്നുള്ള മക്കൾക്ക് വരാണ്ടായത് ഒറ്റ ഇഞ്ചക്ഷനാണ്. ആ ക്രോമസോം ഏതാന്ന് കണ്ടെത്തിയിട്ട് അതിന് ഇഞ്ചക്ഷൻ ചെയ്താൽ അത് മാറും. എൻ്റെ അടുത്ത് ദർസിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് മേലെയൊക്കെ ചൊറിച്ചിൽ മുറയൂരോതുമ്പോൾ. അപ്പം എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം വീട്ടിക്ക് പോട്ടെ പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞാൻ വിട്ടു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും പോട്ടെ ചോദിച്ചാൽ പറഞ്ഞു നിന്റെ ചൊറിച്ചിലൊന്ന് കാട്ടിക്ക, ഞാൻ എന്താ നോക്കട്ടെ പറഞ്ഞു. അപ്പോൾ അവൻ തോടെയും ഇവിടേക്ക് കാണിച്ചെന്നാൽ പറഞ്ഞു ഇത് നീ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ലടാ, നിന്റെ വാപ്പാക്കും ഉമ്മാക്കും നിന്നെ ചികിത്സിക്കാനും കഴിയാത്ത രോഗം ഗുരുതരമാണ്,
നിന്റെ വാപ്പാൻ്റെ ഉമ്മാനെ നീ കണ്ടിട്ടുണ്ടോ ചോദിച്ചു ഞാൻ അവനോട്. അപ്പോൾ അവൻ പറഞ്ഞില്ല. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ വാപ്പാൻ്റെ ഉമ്മാനെ. ആ രോഗമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെ വന്നതാ? ഈ കോശത്തിലൂടെ വരുന്നതാണ്. വാപ്പാക്ക് ഉമ്മയിൽ നിന്ന് കിട്ടി, അയാളുടെ ഉമ്മയിൽ നിന്ന് കിട്ടി, അയാളിൽ നിന്ന് മകനിക്ക് കിട്ടിയതാണത്. പക്ഷെ വാപ്പാക്കുന്ന ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആൻറ്റോൻ്റെ അടുത്ത് വെക്കോ, ആൻറ്റോയ്ക്ക് അറിയോ അതിൻ്റെ മരുന്നെന്ന്. അപ്പൊ ആൻറ്റോൻ്റെ അടുത്ത് പോയ വഴിക്ക് ആൻറ്റോ അത് പിടിച്ചു നോക്കിയ വഴിക്ക് പറഞ്ഞു, ഇത് ആരാടാ എനിക്കത് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞെന്ന്, ഞാനല്ലാതെ ആർക്കാ ഈ രോഗം അറിയപ്പോ എന്നും പറഞ്ഞിട്ട് ആൻറ്റോ അതിന് വേണ്ട ചികിത്സ നിർദ്ദേശിച്ചു. ഡെൻമാർക്കിൽ നിന്നാണ് അവനിക്ക് മാസം മാസം മരുന്ന് വന്നിരുന്നത്. ആലത്തൂർ ഗവൺമെൻറ് ആശുപത്രി 28-ാം തീയതി പോയാൽ അടുത്ത മാസം കഴിക്കേണ്ട മരുന്നും 6000 ഉറുപ്പിയും കിട്ടും. അത്ര ഗുരുതര രോഗം. മനസ്സിലായില്ലേ? കുഷ്ഠരോഗമാണേ. വെള്ളപ്പാണ്ടിന്റെ കൂടിയ രൂപം കുഷ്ഠരോഗത്തിന്റെ തുടക്കമാണത്. ഇത് അവന്റെ ആരിൽ നിന്ന് വരുന്നത്? വല്യമ്മയിൽ നിന്ന്, അവന്റെ വാപ്പാന്റെ അമ്മയിൽ നിന്ന് വന്നതാണ് അവനിക്ക്. ഇപ്പൊ രോഗമൊക്കെ മാറിയിട്ട് അവനിക്ക് ഉണ്ടായ കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ 2-3 കുട്ടികളുണ്ട്, അവന് ഒരു കുഴപ്പമില്ല. ആള് വഹബിയാണ്. അള്ളാഹുത്തആല ദീർഘായുസ്സും ആഫിയത്തൊക്കെ കൊടുക്കുമാറാവട്ടെ. അപ്പൊ നമ്മളിത് മനസ്സിലാക്കണം. ഇതൊക്കെ എഴുതി തലയിലെഴുത്താണ്, പണ്ടേ ഉണ്ട്. ഇതൊക്കെ എഴുതപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾക്ക് ഈ നിലയിൽ അള്ളാഹുത്തആല ഈ 6000 കോടി ക്രോമസോമുകളിലായിട്ട് ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പാരമ്പര്യ രോഗങ്ങൾ, വരാൻ പറ്റുന്ന മറ്റ് അവസ്ഥകൾ, അവരിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ അത് നോക്കി വായിക്കാൻ കഴിയുന്നവർക്ക്. അതാണ് അള്ളാഹുത്തആല ഇങ്ങനെ ഒരു മനുഷ്യനെ അള്ളാഹുത്തആല ഇതൊന്നും കൊണ്ട് തീരൂല, ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ അള്ളാഹുത്തആല നമ്മളെ പഠിച്ചിട്ട് ഖുർആനിലൂടെ പറയാ, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂരി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ നിന്ന് 2000 കോടി ഈ നിലയിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കപ്പെട്ട ക്രോമസോമുകളും മാറ്റങ്ങളുമായി നിങ്ങൾ പ്രസവിക്കപ്പെട്ടെങ്കിലും ലാ തഅലമൂന ഷൈഅ, നിങ്ങൾക്കിതൊന്നും അറിയൂലായിരുന്നു. നിങ്ങൾക്കൊന്നും അറിയൂല. അല്ല പറയാ, നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ വെറും പൊട്ടന്മാരാ. ആ നിലയിലാണ് നിങ്ങൾ ഭൂമി ലോകത്തേക്ക് വന്നത്. അല്ലാഹുത്തആല റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ അറിവില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ് നമുക്ക് അല്ലാഹുത്തആല അറിയില്ല എന്ന് ബോധമുള്ളവനെ അറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആദ്യം എന്ത് വേണം? എനിക്ക് അറിവില്ല എന്ന ബോധം ഉണ്ടാവണം. എന്നാൽ ആ മനുഷ്യൻ നന്നാവും. അറിവില്ല എന്ന അറിവ് ഒരാൾക്ക് ഉണ്ടായാൽ അവൻ ആരായി? പകുതി ആലിമായി. കാരണം എന്തറിവ് അവനിക്കുണ്ട്? അറിയില്ല എന്ന അറിവ് അവനുണ്ട്. അപ്പൊ അവൻ ആരായി? ആലിമായി. അറിയൂല എന്ന് അറിയൂല, അപ്പൊ അവൻ ആരായി? ജഹ്ല് മുറക്കബായി. 2 ജാഹിലാണ് അവൻ. അറിയില്ല എന്ന് അറിയൂല. നമ്മൾ അങ്ങനെ ആവരുത്. അല്ലാഹുത്തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതിന് അല്ലാഹുത്തആല നമുക്ക് വജഅലലക്കും സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കണ്ണും, അതേപോലെ തന്നെ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചെവിയും, അതേപോലെ തന്നെ വൽ അഫ്ഇദ തലച്ചോറുമൊക്കെ അല്ലാഹുത്തആല നമുക്ക് നൽകി. പറഞ്ഞാൽ തീരാത്ത മഹാത്ഭുതം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പറഞ്ഞാൽ തീരാത്തൊരു മഹാത്ഭുതമാണ്. 22 എല്ലുകളാണ് ഒരു തലച്ചോറിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. 22 എല്ലുകൾ കൊണ്ട് അല്ലാഹുത്തആല പൊതിഞ്ഞു വെച്ചിരിക്കുക. 1400 ഗ്രാം തൂക്കമുള്ള 85% വെള്ളമായ ഈ തലച്ചോറിനെ 22 എല്ലുകൊണ്ടാണ് അല്ലാഹുത്തആല പൊതിഞ്ഞിരിക്കുന്നത്. കാരണം അത്ര ഗുരുതരമായ, അത്ര വളരെ കലുഷിതമായ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ് മനുഷ്യന്റെ തലച്ചോറെന്ന് പറയുന്നത്. അല്ലാഹുത്തആല നമ്മുടെ ആ അവയവത്തെ അല്ലാഹുത്തആല അതിന്റെ പൂർണ്ണ ശക്തിയോടുകൂടെ നിലനിർത്തി തരുമാറാവട്ടെ മരണം വരെ. 10,000 കോടി ന്യൂട്രോൺസ് ഞരമ്പ് കോശങ്ങൾ കൊണ്ടാണ് അല്ലാഹുത്തആല അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അത്ര 10,000 കോടി ഞരമ്പ് കോശങ്ങളാണ് ഒരു മനുഷ്യന്റെ തലച്ചോറിലുള്ളത്. അതുകൊണ്ട് തീർന്നില്ല, അതിൽ ഓരോന്നിനും തൊട്ടടുത്തുള്ളതുമായിട്ട് 1000 കണക്ഷൻ ഉണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഈ 10,000 കോടി ഇൻറ്റു 1000 ഈ പറയുന്നത്. ആ ഓരോന്നും 1000 കണക്ഷൻ ഉണ്ട്. ആ ഓരോന്നിനും അങ്ങനെ 1,00,000 കോടി കണക്ഷൻ, 1,00,000 കോടി കണക്ഷനാണ് ഒരു മനുഷ്യന്റെ തലച്ചോറിലുള്ളത്. ആ ഒരു കണക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡിൽ 200 ക്രിയകൾ ചെയ്യാനാകും. ക്രിയകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2, 4, 6, 10, 8, 18 കൂട്ടൂലേ. ഇങ്ങനെ ഒരു സെക്കൻഡിൽ 200 കൂട്ടാം. ഒരു സെക്കൻഡ് ഇങ്ങനെ ആക്കുന്ന സമയം കൊണ്ട് 200 കണക്കുകൾ കൂട്ടാൻ ആർക്ക് കഴിയും? മനുഷ്യന്റെ തലച്ചോറിലെ ഓരോ 10,000 കോടി, എത്ര നമ്മൾ പറഞ്ഞത്? 10,000 കോടി അല്ലേ? ഓരോ കണക്ഷനും എത്ര? 1,00,000 കോടി കണക്ഷൻ ഉണ്ട്. അതിൽ ഓരോന്നിനും 200 ക്രിയകൾ തമ്മിൽ സെക്കൻഡിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ സെക്കൻഡിൽ 200 ലക്ഷം കോടി ക്രിയകൾ ചെയ്യാൻ പറ്റുന്ന
വലിയൊരു കമ്പ്യൂട്ടറാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞത്. നമ്മുടെ തലച്ചോറിൻ്റെ അത്ര ശേഷിയുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാൽ അത് വെക്കാൻ പയ്യന്നൂർ പഞ്ചായത്ത് മുഴുവൻ ഉൾക്കൊള്ളിച്ചാൽ മതിയാവില്ല. മനസ്സിലായില്ലേ? അതിന് കമ്പ്യൂട്ടറിൽ അത്രയും വിവരങ്ങളുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെക്കാൻ, ഒരു കമ്പ്യൂട്ടർ വെക്കാൻ പഴയന്നൂർ പഞ്ചായത്ത് മുഴുവൻ വേണ്ടി വരും. എന്നാലും കഴിയില്ല. അത്ര വിവരങ്ങൾ അവിടെ ഉണ്ട്, നമ്മുടെ തലച്ചോറിലുണ്ട്. ഈ വിവരം ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ അറിയാം, പക്ഷെ ആർക്കറിയില്ല? നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സാധനം എൻ്റെ ഉണ്ട് എന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോഴും 6-3-9 എന്ന് കൂട്ടാൻ കാൽക്കുലേറ്റർ എടുക്കുകയാണ്, ഉടനെ മൊബൈൽ എടുക്കുകയാണ്, കൂട്ടുകയാണ്. നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഈ കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും ഒക്കെ കണ്ടുപിടിച്ചത് ഈ തലയാണ്. അതിന് മാത്രം പോന്നതാണ് നമ്മുടെ തല. പക്ഷെ ഇങ്ങനെയൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ചെയ്തു തന്നിട്ട് ആ തലച്ചോറിലൂടെ ഈ സന്ദേശങ്ങൾ പായണത് 420 കിലോമീറ്റർ വേഗതയിലാണ്. 420 കിലോമീറ്റർ വേഗത. അത്ര വേഗതയിലാണ് അതിലൂടെ സഞ്ചാരങ്ങൾ പായുന്നത്. എന്തിനാണ്? 20 വാട്ട്സ് ഉള്ള ഒരു ബൾബ് കത്തേണ്ട കറണ്ട് വേണം ഓരോ സെക്കൻഡിലും തലച്ചോറിലേക്ക്. കറണ്ട് അതുണ്ടെങ്കിലേ അത് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ കഴിക്കണ ഭക്ഷണത്തിന് ആ കറണ്ട് അല്ല ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 20 വാട്ട്സ്. ഇതിപ്പോ എത്ര വാട്ട്സാ? ചിലപ്പോ ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ പരമാവധി 9 വാട്ട്സ് ഒക്കെ ആയിരിക്കും. 20 വാട്ട്സ് കറണ്ട്, ബൾബ് കത്താനുള്ള കറണ്ട് ഏതിന് വേണം? മനുഷ്യന്റെ തലച്ചോറിന് വേണം. അത് അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിന് ആ കറണ്ട് അതിലേക്ക് അങ്ങനെ വേണ്ട സമയത്ത് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഞാൻ ചുരുക്കട്ടെ. ഈ സൗകര്യങ്ങളൊക്കെ നമ്മുടെ തലച്ചോറിന് അല്ലാഹു തആല നൽകിയത് എന്തിനാ? നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഫഅ്തബിറു യാ ഉലിൽ അബ്സാർ, ബുദ്ധിയുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഉള്ള കാര്യങ്ങളിൽ നിന്ന് ഇല്ലാത്തത് നമ്മൾ പഠിക്കണം. ഉള്ളത് മാത്രം പഠിച്ചാൽ പോരാ. ഉള്ളതിൽ നിന്ന്, കണ്ടതിൽ നിന്ന്, കേട്ടതിൽ നിന്ന് കേൾക്കാത്തത് പഠിക്കണം. കണ്ടതിൽ നിന്ന് കാണാത്തത് പഠിക്കണം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിരിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് ഒരു മനുഷ്യന്റെ കഴിവ്. ഇന്ന് ലോകത്ത് മനുഷ്യന്റെ അധപ്പതനം എന്ന് പറയുന്നതും പുരോഗതി എന്ന് പറയുന്നതും എന്താണ്? ബുദ്ധിയാണ്, ചിന്തയാണ്. ഇപ്പൊ ഒരു സിനിമാ നടൻ ഇന്നലെ ശബരിമല സ്വർണം കൊള്ളയിൽ ചോദ്യം ചെയ്തില്ല. എന്താ പേര്? ജയറാം അല്ലേ? ജയറാമിനെ ചോദ്യം ചെയ്ത വാർത്ത രാവിലെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അതിലേക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നത് ശ്രീകണ്ഠൻ നായർ വായിക്കുകയാണ്. വിശ്വാസം കൂടിപ്പോയതാണ് ആർക്ക് പറ്റിയ കേട്? ഈ സിനിമാ നടന് പറ്റിയ കേട് എന്ന് ആരോ എഴുതി, കുറെ ആൾക്കാർ എഴുതിയിരിക്കണത്. അതന്നെ കേട്. വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം, വിശ്വസിക്കാൻ പറ്റാത്തത് വിശ്വസിച്ചാൽ അത് അബദ്ധ വിശ്വാസമാണ്. അബദ്ധ വിശ്വാസത്തിൽ ഒരാൾ കുടുങ്ങിയാൽ അതിനേക്കാളും അധപ്പതന ലോകത്ത് വേറില്ല. ഒരാൾ ഏറ്റവും അധപ്പതിക്കുന്നത് എപ്പോഴാണ്? അവന്റെ വിശ്വാസം കേടാകുമ്പോഴാ. അതുകൊണ്ടാണ് കുമാരനാശാൻ ദുരവസ്ഥയിൽ പറഞ്ഞത്, വിശ്വാസമല്ലോ വിളക്കു മനുഷ്യനു, വിശ്വാസം ജീവ സർവസ്വമല്ലോ, ഒക്കെയും പോമത് പോയാൽ കെടുമാരും ചുക്കാൻ പോയുള്ളൊരു കപ്പൽ പോലെ എന്ന് കുമാരനാശാൻ പറയുന്നത്. അതുകൊണ്ടാണ് വിശ്വാസമാണ് വിളക്ക്. ആ വിശ്വാസത്തിൽ അല്പം പഴിച്ചാൽ മതി. പിന്നെന്ത് ചെയ്യും? അകലും തോറും പഴവ് കൂടിക്കൂടി വരില്ല, കുറയൂല. ഇതാണ് ഇവർക്കൊക്കെ പറ്റിപ്പോകുന്നത്. വിശ്വാസത്തിലെ പഴവാണ്. സൃഷ്ടാവായ ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്ത അബദ്ധമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരാകണം ദൈവം? ആരെയാവണം ആരാധിക്കേണ്ടത്? ആരാണ് എൻ്റെ സൃഷ്ടാവ്? ആരോടാണ് എനിക്ക് കടപ്പാട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ചിന്തയും ഇല്ലാത്തൊരു മനുഷ്യനായി കഴിഞ്ഞാൽ അവനാണ് ലോകത്തെ ഏറ്റവും അധമനായ ജീവി. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ അവർക്ക് കൽബുണ്ട്, പക്ഷെ മനസ്സിലാക്കേണ്ടത് അവർ മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, തലച്ചോറ് ഉപയോഗിക്കുന്നില്ല. അവരുടെ മാട്ടിന്റെ കുട്ടി മാടാകുന്നത് പോലെ, പോത്തിന്റെ കുട്ടി പോത്താകുന്നത് പോലെ, അല്ലേ? ആടിന്റെ കുട്ടി ആടാകുന്നത് പോലെ ഹിന്ദുവിന്റെ കുട്ടി എന്താകും? ഹിന്ദു ആകും. ക്രിസ്ത്യാനിന്റെ കുട്ടി എന്താകും? ക്രിസ്ത്യാനിയാകും. മതം പഠിപ്പിക്കപ്പെടുന്നില്ല, മതബോധം കിട്ടുന്നില്ല, മതം എന്തെന്ന് അറിയുന്നില്ല. പഠിപ്പിക്കുന്നവരെ അവർക്കൊട്ട് കണ്ടുകൂടാ. നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കണമെന്നുള്ള അപ്പം നമുക്കുള്ള വലിയ കുറ്റം. മദ്രസയിലൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് കണ്ടില്ല ഓരോരുത്തർ പറയണൊക്കെ കാണുമ്പോൾ എന്താ കുഴപ്പം? അത് അസൂയാന്ന് അതിന് പറയാം. അവർക്ക് അതിന് കഴിയണില്ല. മക്കളെ പഠിപ്പിക്കണം. ഹിന്ദു ആണെങ്കിൽ ഹിന്ദു മതം പഠിപ്പിക്കണം. അപ്പൊ ആ മതം എന്താണാവും പഠിച്ചോളും. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കും.
അത് എവിടെ നിന്നെങ്കിലും അവൻ തേടി പഠിച്ചോളും. നമ്മൾ അതുകൊണ്ട് ആ കുട്ടികളെ എല്ലാ മതങ്ങളെ പറ്റി ബോധപൂർവം എല്ലാ മതങ്ങളെ പറ്റിയും നമ്മുടെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? കുട്ടികൾക്ക് ദിശാബോധം ഉണ്ടാവണം, ചിന്തിക്കണം, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവും മാർഗദർശനവും നമ്മുടെ മദ്രസയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടണം. പക്ഷെ അതില്ലാതായാൽ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, കൽബുണ്ട്, അവർക്ക് മനസ്സുണ്ട്, പക്ഷെ ആ മനസ്സ് ചത്ത മനസ്സാണ്. ഒന്നും അവർക്ക് പഠിക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ കാണേണ്ടതൊന്നും അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്, പക്ഷേ കേൾക്കേണ്ടതൊന്നും അവരുടെ ചെവികൾ കൊണ്ട് അവർ കേൾക്കുന്നില്ല. ഇതിനേക്കാളും വലിയ അധപ്പതനമൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. എനിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, ഒരു കഥ പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും. എൻ്റെ ഒരു കൂട്ടുകാരൻ, കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരൻ്റെ അമ്മായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. ഒരു കണ്ണ്, ആ കണ്ണ് പഴുപ്പായപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇനി രക്ഷയില്ല, ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് പഴുത്താൽ രക്ഷയൊന്നുമില്ല, എടുത്ത് കളയലേ മാർഗമുള്ളൂ പറഞ്ഞു. ഈ കണ്ണ് എടുത്ത് കളയുമ്പോഴേക്ക് പഴുപ്പ് മറ്റേ കണ്ണിലേക്ക് ബാധിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏത് കണ്ണും എടുക്കേണ്ടി വന്നു? 2 കണ്ണും എടുക്കേണ്ടി വന്നു. ഈ രണ്ടാമത്തെ കണ്ണെടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെവി കേൾക്കാതായി. ചെവിന്റെ നരമ്പ് മുറിഞ്ഞു പോയി, ഒന്നും കേൾക്കൂല, കണ്ണ് കാണൂല, ചെവി കേൾക്കൂല. ഇതാണ് പ്രശ്നം. ഈ സ്ത്രീയോട്, ഈ ഉമ്മാനോട് ലോഹറിന്റെ സമയമായി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ്? കണ്ടറിയാൻ അതിന് കണ്ണില്ല അല്ലേ, കേട്ടറിയാൻ എന്തില്ല, ചെവിയില്ല. ഇനി ലോഹറിന്റെ സമയമായ നമ്മൾ ലോഹർ അല്ലേ സമയമായി എന്നതിന് കാണിച്ചു കൊടുക്കണം. അസറാന്റെ സമയമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കൊടുക്കണം. മഗ്‌രിബ് ആയി എന്ന് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കുക? അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയാണെങ്കിലല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിസ്കാരം നിർബന്ധമാകുക? ഇതൊക്കെ വിഷയമല്ലേ, ഇതുണ്ടായ സംഭവമാണ്. ഇതാണ് ഈ പറഞ്ഞത്. കൽബുണ്ടായാൽ പോരാ, കാണണം. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ചെവി ഉണ്ടായാൽ പോരാ, കേൾക്കണം. അതൊക്കെ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ ഞങ്ങൾ ആലോചിക്കുക. അങ്ങനെയുള്ളൊരു വർഗമായി, ഒരു മൃഗമായി മനുഷ്യൻ അതപ്പതിച്ചു പോകും. മൃഗത്തിന് ഈ പറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ, മൃഗം മോശമൊന്നുമില്ല, മൃഗത്തേക്ക്. അതുകൊണ്ട് അല്ലാഹു തആല പറയണു ഉലൈക. അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത, കണ്ടതിൽ നിന്ന് പഠിക്കാൻ കഴിയാത്ത, കേട്ടതിൽ നിന്ന് പഠിക്കാൻ കഴിയാത്ത, ബുദ്ധി കൊണ്ട് ആലോചിക്കാനും ചിന്തിക്കാനും കഴിയാത്ത ആ ജീവി ഉലൈക, അവർ നാൽക്കാലികളെ പോലെയാണ്, അവർ മൃഗങ്ങളെ പോലെയാണെന്ന് പറഞ്ഞിട്ട് അല്ല പറയാ ബൽഹും അളല്ല്. എന്നാലും മൃഗങ്ങൾ അങ്ങനെയൊന്നുമല്ല, കുറച്ചൊക്കെ ചേതനയും ചൈതന്യമൊക്കെ ആർക്കുണ്ട്? മൃഗങ്ങൾക്കുണ്ട്. അതുപോലും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇവർ. എന്തുകൊണ്ടാണത്? ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർക്ക് ബോധമല്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത് എന്താണ്? ചിന്തിക്കണം. അതിനാണ് നമ്മൾ ഓതിയല്ലോ ജുമായ്ക്ക് നമ്മൾ കേൾക്കണു അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകം എങ്ങനെയാണ് പടയ്ക്കപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾ ആലോചിക്കണില്ലേ? ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കണില്ലേ? എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത്? ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ? വൈല സമായി കൈഫ റുഫിയത്ത്, ആകാശം ഒരു തൂണുമില്ലാതെ എങ്ങനെയാണത് ഉയർത്തപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഭൂമി വൈലൽ അർളി കൈഫ സുത്തിഹത്ത്, എങ്ങനെയാണ് ഭൂമി പരത്തപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മളോട് നിരന്തരമായി ആഹ്വാനം ചെയ്യുന്നത്, എല്ലാ വെള്ളിയാഴ്ചയും ഈ സൂറത്തന്നെ ഓതുന്നത് എന്തിനാ? നമ്മൾ ആലോചിക്കണം. ചിന്തിക്കുന്ന വിഭാഗമാണ് മുസ്ലിമീങ്ങൾ, ആലോചിക്കുന്ന വിഭാഗമാണ്. അല്ലാതെ എന്തോ കേട്ടു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കല്ല. കേട്ടതിൽ നിന്ന് പുതിയത് നമ്മൾ മനസ്സിലാക്കണം, കണ്ടതിൽ നിന്ന് പുതിയത് കാണാത്തത് പഠിക്കണം, ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കണം. അങ്ങനെ വന്നാലേ നമ്മൾ മനുഷ്യരാകും. അല്ലെങ്കിൽ പിന്നെന്താണ്? എല്ലാ മൃഗങ്ങളെ പോലെ നമ്മളും യത്തമത്താഴൂന, സുഖിച്ച് അങ്ങനെ ജീവിക്കുന്നു. വയക്കുലൂന, തിന്നണം, കുടിക്കണം, ഉറങ്ങണം അല്ലേ, അല്ലെങ്കിൽ ഭോഗിക്കണം. ഇതിൻ്റെ അപ്പുറം യാതൊരു ചിന്തയും ഇല്ലാത്തൊരു വർഗമായി നമ്മളെ സമൂഹം ഇന്ന് മാറുകയാണ്. പുതിയ തലമുറ നവ ലിബറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പുതിയ യുക്തിവാദികളും അങ്ങനെ കുറെ അലവലാദികളൊക്കെ പറയുന്നത് ഇതാണ്: തിന്നാ, കുടിക്കുക, ഭോഗിക്കുക, മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ ചെയ്യുക. ജീവിതം പറഞ്ഞ് 2 വട്ടം കിട്ടൂല, ഒരിക്കലേ കിട്ടുള്ളൂ. അപ്പൊ എന്താ തോന്നി വെച്ചാൽ അതൊക്കെ തോന്നുമ്പോ ചെയ്യുക. ഏത് പെണ്ണിനെ പിടിച്ച് എന്തെങ്കിലും കാട്ടണം തോന്നി അപ്പൊ ചെയ്യുക. എന്ത് കാട്ടാ? ഇവിടെ ഒരു നിയമവും ഇല്ല. നിയമങ്ങളൊക്കെ മതങ്ങൾ ഉണ്ടാക്കിയ സ്വാതന്ത്ര്യത്തിനെതിരാണ്. മനുഷ്യന് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ശരിയാണല്ലോ അല്ലേ? എല്ലാ നിയമവും സ്വാതന്ത്ര്യത്തിനെതിരാണല്ലോ. ഹെൽമറ്റ് വെക്കാതെ പോകാനുള്ള സ്വാതന്ത്ര്യം, ഹെൽമറ്റ് നിയമം വന്നോടക്ക് എന്തായി? ഇല്ലാതായി.
എല്ലാ നിയമവും സ്വാതന്ത്ര്യത്തിനെതിരാണ്. അതുകൊണ്ടൊക്കെ എല്ലാം അഴിച്ചിടണം, നിയമങ്ങളൊക്കെ ഒഴിവാക്കണം. വസ്ത്രം വേണ്ട, പെണ്ണുങ്ങൾ പർദ്ദടണ്ട, കറുത്ത് ഇടുക എന്ന് പറഞ്ഞിട്ട് കളിയാക്കണില്ല ഇവർ. കറുപ്പിനോടല്ല അവർക്ക് വിരോധം, വസ്ത്രത്തിനോടാ. ഇത് വേണ്ടാന്ന് അവർ പറയുന്നത് കണ്ടില്ല. ഇപ്പോൾ ടോപ്പ്ലെസ് കേരളത്തില് മാറ് മറയ്ക്കാൻ, സ്ത്രീകൾക്ക് മാറ് മറയ്ക്കണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു. മാറ് കരം അത് കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ മുല മുറിച്ച് കളഞ്ഞ പെണ്ണിന്റെ ചരിത്രമൊക്കെ കേരള ചരിത്രത്തിലുണ്ട്. അങ്ങനെയുള്ള കേരളത്തിൽ ഇപ്പൊ പെണ്ണുങ്ങൾ സമരം പിടിക്കുന്നത് എന്തിനാ? മുല തുറക്കാനാണ്. മുല മറക്കാതെ അങ്ങാടിക്ക് ഇറങ്ങാനുള്ള അവകാശം. ടോപ്പ്ലെസ് സമരത്തിന്റെ ആൾക്കാരപ്പോ. ഇതാണ് ലോകം. ഈ വൃത്തികൾ എത്തമത്തൂന വയക്കുലൂന, നാൽക്കാലികളെ പോലെ തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, സുഖിക്കുക എന്നതിൻ്റെ അപ്പുറം ജീവിതത്തെപ്പറ്റി യാതൊരു ചിന്തയുമില്ലാത്ത, ജീവിതത്തിന്റെ അർത്ഥത്തെപ്പറ്റിയോ മനുഷ്യനെന്ന മഹാത്ഭുതത്തെ പറ്റിയോ ഒരല്പനേരം ചിന്തിക്കാത്ത വിഭാഗം, അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഖുർആൻ അല്ലാഹു തആല പടച്ച ഏറ്റവും ചുറുക്കുള്ള ജീവിയാണ്. വലക്കത് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിലാണ്, ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് അല്ലാഹു തആല മനുഷ്യനെ പഠിച്ചത്. പക്ഷേ അവൻ ബുദ്ധി ഉപയോഗിക്കാതെ ഈ നാൽക്കാലികളെ പോലെ തിന്നുക, കുടിക്കുക, ഭോഗിക്കുക എന്ന നിലവാരത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ നമ്മൾ അവനെ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട മൃഗമാക്കി നമ്മൾ അവനെ തരം താഴ്ത്തുന്നു, മടക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് ഈ നിലയിൽ ജീവിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റിയാണ്. ആലോചനയില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ചിന്തിക്കാത്ത, കാര്യങ്ങൾ ഗ്രഹിക്കാത്ത, വെറും സുഖത്തിന് വേണ്ടി, സുഖിക്കാൻ വേണ്ടി, നാൽക്കാലികളെ പോലെ ഭോഗിക്കാൻ വേണ്ടി, തിന്നാൻ വേണ്ടി, കുടിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു മൃഗമായി മനുഷ്യൻ അതപ്പതിച്ചുകൂടാ. നമ്മൾ അത്തരക്കാരാവരുത്. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചനയുള്ളവരായിരിക്കണം, ചിന്തയുള്ളവരായിരിക്കണം. അതിനനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി മാറ്റുവാനും നമുക്ക് കഴിയണം. ആ ജീവിതമാണ് അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം. ആ ചിന്തയ്ക്കാണ് അള്ളാഹു തആല കൂലി നൽകുന്നത്. പരിശുദ്ധ ഖുർആൻ അഖിമി സ്വലാത്ത ലിദിക്രി, അള്ളാഹു തആല നിസ്കരിക്കാൻ നമ്മളോട് പറയുന്നത് അള്ളാഹിനെ പറ്റിയുള്ള ആ ചിന്തയും ബോധവും നമുക്കുണ്ടാവാനാണ്. നിസ്കാരമായാലും നോമ്പായാലും എല്ലാ അമലുകളും അള്ളാഹുവിനെ പറ്റിയുള്ള ബോധത്തിലേക്ക്, ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ആ നിലയിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാനും, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ആരെങ്കിലും സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയാൽ, അവനവനെ തിരിഞ്ഞാൽ അറഫ റബ്ബഹു, അവന്റെ റബ്ബിനെ തിരിഞ്ഞു എന്ന് റസൂലുള്ള പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ തിരിഞ്ഞിട്ടില്ല. നമുക്ക് നേരം വെളുത്തിട്ട് ഇന്ന് വയസ്സ് 10, 50, 60 ആയിട്ടും നമ്മളെ പറ്റി ചിന്തിക്കാത്തവർ സമയം കിട്ടിയിട്ടില്ല. നമ്മൾ ആരെ പറ്റിയാ ചിന്തിക്കണത്? അപ്പുറത്തെ വീട്ടിലുള്ള അവനെ പറ്റി. ആ ചങ്ങായി എന്താ അങ്ങനെ, അവനെന്താ അങ്ങനെ, അല്ലേ? അവനെന്താ അങ്ങനെ, ഇവനെന്താ അങ്ങനെ, ഞാനെന്താ അങ്ങനെ എന്ന് ഇതുവരെ നമ്മളാരും ചോദിച്ചിട്ടില്ലല്ലോ. ഞാനെന്താ ഇങ്ങനെ എന്ന് ചോദിക്കണം നമ്മള്. എന്നിട്ട് നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ കണ്ടെത്തണം, നമ്മൾ തിരുത്തണം. ആ നിലയിൽ ഒരു അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം കെട്ടിപ്പടുക്കാനും അങ്ങനെ ഇഹവരെ വിജയം നേടാനും അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അലി മുസ്ലിയാർ കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ചു. അതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ചയാണ് ഞാൻ കാണാൻ പോയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹം മരിച്ചു. മറയടക്കലൊക്കെ കഴിഞ്ഞ് വളരെ ഭംഗിയായ യാത്രയയപ്പ് മൂപ്പർക്ക് നൽകി. നമ്മളെ വലിയ ചെറുകര ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട VPA ഫരീദുദ്ദീൻ മൗലവി അവർകൾ ദുആക്കും മയ്യത്തുകാർക്കൊക്കെ നേതൃത്വം കൊടുത്തു. മറയടക്കൽ കഴിഞ്ഞിട്ട് 60 മൗലവിമാർ ഓരോ ജുസ് കണ്ട് ഓതിയിട്ട് 2 ഖത്തം തീർത്തിട്ട് ദ്വാർന്നിട്ടാണ് അവർ പിരിഞ്ഞത്. അള്ളാഹു തആല അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ ബർസഖിയായ ലോകം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഭാര്യയുടെ രോഗം അല്ലാഹു തആല ശമനമാക്കി ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും റബ്ബുൽ ഇസ്സത്ത് അവരുടെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.